ഹലോ ഗൈസ്, ഇന്ന് പടവലം വെച്ചിട്ട് ഒരു ഒഴിച്ചുകറിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. വീഡിയോയിലോട്ട് പോകും മുമ്പേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പടവലം എടുത്തിട്ടുണ്ട്. ആ പടവലം മുഴുവനായിട്ട് എടുക്കുന്നില്ല, ഞാൻ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. പകുതി എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചിരണ്ടി കളയണതാണ്. കളഞ്ഞിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് 1/2 കപ്പ് പരിപ്പാണ്. അതൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. 1/2 കപ്പ് പരിപ്പും പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പടവലം കൂടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 4 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, അതും ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് 1 ഗ്ലാസ് വെള്ളമാണ്. അതൊന്ന് മുങ്ങാൻ പാകത്തിലുള്ള വെള്ളം അത്രേ വേണ്ടുള്ളൂ. അത് നന്നായി ഇളക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കത് കുക്കറിൻ്റെ മൂടിയിട്ടിട്ട് ഗ്യാസിലേക്ക് വെക്കാം. ഇനി അതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1 ഗ്ലാസ് നാളികേരം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 3 ചുവന്നുള്ളിയാണ്. അതും കൂടി ഇട്ട് കൊടുത്തത് നമുക്ക് അരപ്പൊന്ന് തയ്യാറാക്കാം. അപ്പോഴേക്കും നമ്മുടെ പരിപ്പും പടവലവും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് തവി വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം. 3 വിസിലേ അടിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. 3 വിസിലടിച്ചിട്ട് ഫുള്ള് ആവി പോയതിന് ശേഷമാണ് ഞാൻ തുറന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അരപ്പ് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ ബൗളാണ് കിട്ടിയിട്ടുള്ളത്. അതൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. നമുക്ക് മീനൊന്നും കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലുള്ളൊരു കറി നമുക്ക് തയ്യാറാക്കാം. ഇനി ഒന്ന് പതഞ്ഞ് വരേണ്ട സമയമുള്ളൂ. ആ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് പതഞ്ഞ് വന്നാൽ മതി. ഇനി കടുക് താളിച്ചൊഴിക്കണം. അതിനുവേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായതിനു ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.